ഹേ ഗൈസ്, ഇറ്റ്സ് മീ ശ്രാങ്ക് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി മൈലേജ് ചെക്ക് ചെയ്യാൻ പോകേണ്ട. അതിന് 1 ലിറ്റർ പെട്രോൾ ഞാനിവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പെട്രോൾ ഇത് ഞാനിവിടെ ഒന്ന് ഊറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് കുപ്പിയിലോട്ട്, കുപ്പി എന്ന് പറയുമെന്ന് തോന്നണം. 1 ലിറ്റർ പെട്രോൾ അടിച്ചിട്ട് എന്തോരം ഓടും, ആ പെട്രോളിൽ നമുക്ക് എത്ര രൂപ കിട്ടും, അതാണ് മെയിനായിട്ട് നമുക്ക് അറിയേണ്ടത്. അതായത് സ്വിഗ്ഗി ഓടുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടുമെന്ന് അറിയണം. മൈലേജ് എന്തോ ശരിയാണെങ്കിൽ 35 റേഞ്ചൊക്കെയാണ്, 35-40 ആ റേഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ആ മൈലേജും അറിയാൻ പറ്റും, പ്ലസ് നമുക്ക് എത്ര രൂപക്ക് ഇത് ഓടുമെന്ന് അറിയാൻ പറ്റും. ഓക്കെ, പെട്രോൾ തീർന്നുണ്ടേ, ഞാൻ നോക്കട്ടെ. പെട്രോൾ ഏകദേശം എത്തിയിട്ടുണ്ട്, തീർന്നെന്ന് വിശ്വസിക്കുന്നു. ഇനി കുറച്ചേ കാണുള്ളൂ കേട്ടോ, ചിലപ്പോൾ 3-4 കിലോമീറ്റർ കൂടെ ഓടിയിരിക്കുള്ളൂ. എന്തായാലും ഓടിച്ച് തീർക്കേണ്ടി വരും. അപ്പം വണ്ടിയിലപ്പോൾ ഇത്രയും പെട്രോൾ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. ഞാനവിടെ അങ്ങനെ വെച്ചിരുന്ന് പെട്രോൾ തീർന്നു പോയി കഴിഞ്ഞാലും തിരിച്ചു വരാനുള്ള പെട്രോൾ ഇതിനകത്തുണ്ട്. ഞാനിപ്പോൾ എന്നെ അച്ഛന് പണിയൊക്കെ കൊടുത്താണ് നിൽക്കുന്നത്. ഇവിടെ വന്നത് പ്രത്യേകിച്ച് ആളും ബഹളമൊന്നും ഇല്ലാണ്ട് അത് വീഡിയോ എടുക്കാൻ പറ്റും, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഇപ്പോഴത്തെ പെട്രോൾ തീർക്കുക എന്നുള്ളതാണ്. അത് ഓടി തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത പരിപാടി നടക്കുള്ളൂ. ആ പെട്രോൾ തീർന്ന് അടുത്ത പെട്രോൾ ഒഴിച്ചതിന് ശേഷമേ ഞാൻ നമ്മുടെ ആപ്പ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ, കാരണം എന്നാലേ നമുക്കിത് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി മറ്റു പരിപാടികളിലോട്ട് കിടക്കാം. കുറച്ചുകൂടെ ഓടിക്കഴിഞ്ഞാൽ സംബന്ധിച്ച് ചെറിയ മിസ്സിങ് ആയിട്ട് തുടങ്ങാണ്ട് തീരെ ഇരിക്കും. നോക്കട്ടെ കേട്ടോ, ഒരു 5 കിലോമീറ്ററോളായി ഓടിക്കണത്. അങ്ങനെ ഏകദേശം നമ്മുടെ വണ്ടിയുടെ പെട്രോള് ഫിനിഷ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഓടി അണ്ടിശ്ശേരി അമ്പലം കഴിഞ്ഞ് ചെറായിലോട്ട് പോണ വഴിയാണ്. ഇല്ല, ഞാൻ വിചാരിച്ചു ഇപ്പം തീർന്നു നിന്നിട്ട് തള്ളിക്കൊണ്ടുവന്നാണ്. ഓക്കെ, അധികട്ടടിച്ച് കഴിഞ്ഞാലേ പിന്നെ സ്റ്റാർട്ടാവില്ല വണ്ടി. മുമ്പ് എപ്പോഴും പെട്രോൾ തീർന്നു പോകണ കാരണം നമുക്കറിയാവേ, അടിച്ചടിച്ചടിച്ച് ഉപ്പാടിളകും. എനിക്ക് വയ്യാട്ടോ, ജലദോഷം ഉണ്ടായിരിക്കണ സൗണ്ട് കേൾക്കണത്. അങ്ങനെ പെട്രോളൊക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വണ്ടി എവിടെ ഇന്ന് ഒഴിക്കാനായിട്ട് ഇതിനകത്ത് പെട്രോൾ ഉണ്ട് കേട്ടാ. ഇനി വണ്ടി ഇവിടെ സ്റ്റാർട്ടായി കിടക്കണം. ഞാൻ വാവ് ഓടിക്കാൻ പാടില്ല, നല്ല കാറ്റ് അമ്മേ. ഞാൻ പറഞ്ഞില്ലേ, പെട്രോൾ തീർന്നു കഴിഞ്ഞാൽ പിന്നെ സാധനം സ്റ്റാർട്ടായി എടുക്കാനായിട്ട് ഭയങ്കര പാടാ. എല്ലാം ഓർഡർ കൊണ്ടൊക്കെ പോണ നേരത്തൊക്കെയാണ് പണി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നൊന്നും ചോദിക്കാം. കേക്ക് അടിച്ച പറ്റടിയായല്ല. ഓക്കെ, നമ്മൾ 1 ലിറ്റർ പെട്രോൾ അടിച്ചത് വെറുതെ കളയണ്ട, നമുക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ആപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളങ്ങനെ ഓൺലൈനായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓഫറൊന്നും കാണിക്കാനല്ല, ഈ വെയിലിങ്ങനെ നിൽക്കണോണ്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവുന്നില്ല. നല്ല ഓർഡർ കിട്ടാൻ നോക്കട്ടെ. ഇപ്പം ഇവിടെ നല്ല ഓർഡർ കിട്ടുന്നുണ്ടല്ലോ. നമ്മ എന്തായാലും കൂടി ടൗണിൻ്റെ അകത്തോട്ട് ചെല്ലണം, നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. പോലെ ഒരു സെക്കൻഡേ, നമ്മൾ അതിൻ്റെ കിലോമീറ്റർ പറയാൻ പറഞ്ഞത്. ഈ കാണുന്നത് കിലോമീറ്റർ 57031. ഇതിലാണ് നമ്മുടെ സ്റ്റാർട്ടിങ് കേട്ടോ. ഫുൾ മീ മൈക്കോണൊക്കെ മറന്നുപോയി. വേറെ നമുക്കൊരു ഓർഡർ അടിച്ചിട്ടുണ്ട്, നമ്മുടെ സംസമീന്നാണ്. ഞാൻ ജസ്റ്റ് 2 കിലോമീറ്റർ ആയിട്ടുള്ളൂ കേട്ടോ. 1 കിലോമീറ്റർ 31 സ്റ്റാർട്ട് ചെയ്തു, 32. അപ്പോൾ 1 കിലോമീറ്റർ ഓടിയപ്പോഴേക്കും എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ പോയി സംസമീൽ പോയിട്ട് സാധനം കൊടുക്കട്ടെ കേട്ടാ. 27 ആ ഓക്കെ. നമ്മുടെ ഓർഡർ കിട്ടിയേക്കണത് തട്ടാമ്പടിയിലാണ്. തട്ടാമ്പടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നീർക്കോടോട്ട് പോകുന്ന വഴി.
കൊറിയർ ഓടിക്കൊണ്ടെന്ന് പറഞ്ഞ ഈ പരിപാടിയൊക്കെ നമുക്കറിയാം കേട്ടോ. സ്ഥലങ്ങളൊക്കെ അറിയാം. ഞാൻ ഒറ്റ പ്രാവശ്യം നോക്കിയാൽ അതൊക്കെ ഞാൻ ഉണ്ടാകുന്ന അങ്ങോട്ട് പറയാം. അങ്ങനെ നമ്മൾ ആടിൽ ഓരോന്നും കംപ്ലീറ്റ് ചെയ്ത് 91 രൂപ കിട്ടിയിട്ടുണ്ട്. ഈ ടൈം വെയിറ്റ് ചെയ്താൽ നമുക്ക് റിട്ടേണിന് 46 രൂപ കേട്ടോ. വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ ടൈമിനുള്ളിൽ നമുക്ക് വേറെ ഓർഡറൊന്നും വരരുത് കേട്ടോ. ഇതിന് ഇല്ല അമ്പാടാ, ഇപ്പൊ കുഴപ്പമില്ല. 137. ഞാനിപ്പോൾ അടിച്ച പെട്രോളിന്റെ ഫണ്ട് നന്നായിട്ടുണ്ട്. എന്റെ സൗണ്ട് എന്ന് കേൾക്കാൻ പറ്റണമെന്ന് ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓൾറെഡി. പെട്രോളും കൂടി വലിച്ചു കഴിഞ്ഞപ്പോ അത് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ സംഭവം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. ഏകദേശം ഒരു 10 കിലോമീറ്റർ ഞാൻ ഓടിയുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അടിച്ച പെട്രോളിന്റെ കാശ് എനിക്ക് ഒരു ഒറ്റ ഓർഡർ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ എപ്പോഴും കിട്ടൂല കേട്ടോ, ഞാൻ ഇതും പറഞ്ഞേക്കാം. ഇപ്പൊ ടൗൺ ഏരിയ തന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ 40 പ്ലസ് ഒരു 40 കിട്ടൂല. ആ റേഞ്ചിലൊക്കെ കിട്ടുള്ളൂ. അതായത് 20 രൂപ ഓർഡറും പിന്നെ സർജ ഉണ്ടെങ്കിൽ അതും കിട്ടും. ചില നേരത്തെ ഇപ്പൊ ആ സർജ ഒന്നും കാണിക്കാനുണ്ടായിരുന്നില്ല. അപ്പൊ എപ്പോഴും കിട്ടൂല. പിന്നെ ഇന്നെന്തോ എന്റെ ലക്ക്, ഞാൻ ഇന്ന് 100 രൂപക്ക് പെട്രോൾ അടിച്ചതിന്റെ ഒരു എമൗണ്ട് എനിക്കിപ്പോ ഫുള്ള് കിട്ടിയിട്ടുണ്ട്. നമ്മ ഏകദേശം ഒരു 47 എന്നുള്ള സംഖ്യയുടെ എത്തേണ്ടത്. ഒരു 16 കിലോമീറ്റർ നമ്മൾക്ക് ഓടിയിട്ടുണ്ട്. 130 രൂപ നമ്മ സമ്പാദിച്ചിട്ടുണ്ട്. അതായത് വേറെ ഓർഡറുകളൊന്നും ഇതുവരെ വന്നതല്ലടാ. പിന്നെ ഞാനിപ്പോ സോണിനകത്ത് കയറിയിട്ടുണ്ട്. ഇപ്പൊ ഞാനുള്ളത് പെരുവാരം നന്ദികുളങ്ങര ആ റൂട്ടിലാണ്. ഇതൊക്കെ നമ്മുടെ സോണിനകത്ത് വരുന്ന സ്ഥലമാണ്. ഇതിന്റെ ഉള്ളിലൊക്കെ എന്നാ ശരിക്കും ഓർഡർ കിട്ടേണ്ടതാണ്. ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് സാധാരണ ഞാൻ നിൽക്കാറുള്ള സ്പോട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് കിട്ടാറുണ്ട്. അങ്ങനെ ഞാൻ സേഫ് ഹൗസിൽ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ചേരം വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഓർഡർ റെഡി ഉണ്ടടാ. കറക്റ്റ് ടൈമിന് ഓർഡർ അടിച്ചാലാടാ നീ വന്നപ്പോഴേക്ക്. ഇതിനെപ്പോഴും ഓർഡർ ചെയ്യണ ഇപ്പഴാ പന്നൂരാണോ? അപ്പൊ നമുക്ക് കെയർ ബേക്കറിയിലോട്ട് പോവാം. കെയർ ബേക്കറിയിൽ ചെന്നിട്ട് ഓർഡർ എടുത്തിട്ട് ഇവിടുത്തെ ടൗണിൽ തന്നെ ഉണ്ടാവും. 30 ടിപ്പ് 57 വാങ്ങിച്ചു തരണത്. അതുകൊണ്ട് കുഴപ്പമില്ല. നല്ല നല്ല മനസ്സിലാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പോയി സാധനം കൊടുക്കട്ടെ. കെയർ ബേക്കറിയിൽ എത്തിയപ്പോ ഫോട്ടോ എടുക്കാൻ പറയുന്നത് ഭാഗ്യം എന്താ എടുത്തപ്പോ തന്നെ കറക്റ്റായില്ല. ഓർഡർ റെഡി ആയിട്ടില്ല. 2 മിനിറ്റ് ഇനി കാണിക്കണ്ട്. ഓർഡർ റെഡി കൊടുത്തിട്ട് ആൾ കയറിയായിരുന്നു. ഞാൻ അവിടെ ചെന്നിട്ട് ഇനിയിപ്പോ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് നല്ല 30 തുടങ്ങിയെന്നാ തോന്നണേ. 7:30 സ്റ്റാർട്ട് ചെയ്താണ് എന്റെ ഒരു ഓർമ്മ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 57:50 ഇപ്പൊ ആയിട്ടുണ്ട്. അങ്ങനെ 57:70 വരെ ഓടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന മൈലേജ് കിട്ടുന്നുണ്ട്. അല്ലാതെ മൈലേജ് ഇല്ല. അതെ, ഫുഡ് റെഡി ആയിരുന്നു. ഫുഡ് ഇതാ 33 ഓർഡർ വെരിഫൈ ചെയ്ത് ഓർഡർ റെഡി ആയിട്ടുണ്ട്. അടുത്ത ഓർഡർ കൂടെ കൊണ്ടുപോയി ഡെലിവറി ആക്കണം. ഇതെവിടെ സ്ഥലം നോക്കട്ടെ കേട്ടോ. വെടിമറ ഭാഗത്താണ്. വെടിമറ ഭാഗത്ത് വീഡിയോ എടുത്ത് തീർക്കണം. വെടിമറക്ക് വേണ്ട. അങ്ങനെ അതും കൊടുത്ത് $59 30 കിട്ടാണ്ട. താങ്ക് യു ചേച്ചി. ഞങ്ങൾക്ക് അടുത്ത ഓർഡർ എടുക്കാൻ പോകും. അങ്ങനെ ആ ഒരു ഓർഡർ കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി തിരിച്ചു പോവാം. സുഹൃത്തുക്കളെ, ഞാനിവിടെ വന്നപ്പോൾ അവനോട് ഇല്ലടാ ഞാൻ വേറെ ഓർഡർ ചെയ്യണ്ടാവും. ഇനി അടുത്ത ഓർഡർ എടുക്കുന്നവരേക്കും ഇവിടെ തന്നെ ഇങ്ങനെ ഇരുന്ന് ടൈം പാസ് ചെയ്യേണ്ടി വരും. അടുത്ത ഓർഡർ പെട്ടെന്ന് അടിച്ചടാ. 40 രൂപയുടെ ഓർഡറാണ്. അപ്പൊ 20 രൂപതിനകത്ത് ടിപ്പ് കാണിച്ചിട്ടുണ്ട്. താങ്ക് യു. ബാർഗറിലാണ് ഞാൻ ഒട്ടപ്പുറം കാണുന്ന സ്ഥലമാണ്. ഓൾറെഡി ഞാൻ 3 മിനിറ്റ് കൂടെ ഉണ്ട്. നമുക്കപ്പം അങ്ങോട്ടേക്ക് ചെന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ബർഗർ ലോഞ്ചിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ കയറിയിട്ട് ഓർഡർ എടുക്കണം. ഓർഡർ റെഡി കൊടുക്കട്ടെ. ഞാൻ റെഡി കൊടുത്തിട്ടില്ല. വെയിറ്റ് ചെയ്യാം. എൻ്റെ കണക്ക് പ്രകാരം ഇനിയൊരു 15 കിലോമീറ്റർ അടുത്തോടും. നമ്മൾ ബർഗറിൻ്റെ ഇവിടെ നിന്ന് ഓർഡർ എടുത്തിട്ട് സാധനം കൊണ്ടുവന്നിട്ട് KMKL മൈൽ ഷോപ്പ് എന്ന ഒരു കടയിൽ കൊടുത്ത സ്പോട്ടിൽ തന്നെ എനിക്ക് ചിക്കിങ്ങിന് ഓർഡർ അടിച്ച്. ചിക്കിങ്ങിൽ വന്നിട്ട് റേഞ്ചിൻ്റെ പ്രശ്നമാണ് കാണിക്കാത്തത്.
വേറെ ചിക്കൻ ഉണ്ട് ഇവിടെ. ചിക്കൻ മാറ്റി ഞാനീ വന്ന ചിക്കൻ മാറിപ്പോയി. ചാൻസ് നല്ല ചിക്കൻ കാര്യമില്ല, അപ്പുറത്ത് വേറെ ചിക്കൻ കണ്ടെന്ന് തോന്നുന്നു. ചിക്കൻ കണ്ടോ? പുതിയ ചിക്കൻ മൂലൻസ് ഉണ്ട് അവിടെ മുകളില്. നമ്മുടെ മൂലൻസിന്റെ ബിൽഡിങ്ങിന്റെ അവിടെ ആയിട്ട് തന്നെ ഉണ്ടാ. അവിടെ തന്നെ ചിക്കൻ പുതിയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോഴാണ് കാണുന്നത്. ഞാൻ നേരെ ചിക്കൻ നേരെ സംസ്ഥാനത്തോട്ട് പോയി. ഇതുണ്ട് കണ്ടില്ല. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായല്ല, ഇവിടെ ഒന്ന് സാധനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാണാനാദ്യമായിട്ട് കാണാറുണ്ടെന്നുണ്ടെങ്കിൽ വന്നെങ്കിൽ വരാം. എന്തായാലും ഇവിടുന്ന് ഓർഡർ അടിക്കുന്നുണ്ട്. കുറച്ച് പോസ്റ്റർ കാണിച്ചാൽ സംഭവം കുറച്ച് ഡിലേ വന്നു. അതിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളല്ല, അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളാണെന്നാ പറഞ്ഞത്. കാരണം ഫുഡ് അകത്ത് റെഡി ആയിട്ടിരിക്കണ കുറച്ച് നേരമായിരുന്നു. നമുക്കറിയില്ല, നമുക്ക് കുറേ ടൈമും കാണിച്ചിട്ടുണ്ട്, ഇവിടെ റെഡിയും കൊടുത്തിട്ടില്ല. റെഡി കാണിച്ചാലല്ലേ നമുക്ക് സാധനം എടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. സാധനം എന്തായാലും എടുത്തിട്ടുണ്ട്. നമ്മുടെ പരിപാടി ലൊക്കേഷനിൽ കൊണ്ടുവന്ന് സാധനം കൊടുക്കാമെന്നുള്ളതാണ്. ഇത് നന്ദികുളങ്ങര കാണിച്ചേക്കണം. താമരക്കുളത്തിൻ്റെ ഓപ്പോസിറ്റ് റോഡ് മനസ്സിലായി. അങ്ങോട്ട് പോവാം. ചിക്കിങ്ങാണോ? ചിക്കിങ്ങാടാ പുതിയത് അവിടെ സ്റ്റാർട്ട് ചെയ്തേക്കണടാ. സെയിം. ഞാനും മാളിൽ പോയി, മാളിൽ കയറി കഴിഞ്ഞപ്പോ ലൊക്കേഷൻ വേറെ കാണിക്കണം. അവിടെ വണ്ടിയൊക്കെ അങ്ങനെ ഓർഡർ ഞാൻ സേഫ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ 60 കിലോമീറ്റർ ആയിട്ടുണ്ട്. അതായത് എന്ത് ദിവസം വെച്ച ഒരു 10 കിലോമീറ്ററും കൂടി ഓടുമായിരിക്കും. ഇനി 10 കിലോമീറ്ററും കൂടി ഓടണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഓക്കെ. 10 കിലോമീറ്റർ പ്ലസ് ഓടാണെന്നുണ്ടെങ്കിൽ എനിക്ക് ബോണസ്. 10 കിലോമീറ്ററിൽ ലെസ് ഓടാണെന്നുണ്ടെങ്കിൽ എനിക്കത് നഷ്ടമാകും. അങ്ങനെ ബാക്ക് ടു മൈ സേഫ് ഹോം. സേഫ് സോൺ അല്ലോ, നീ ഇടത്താവളം എന്തുകൊണ്ടെല്ലാം പറയാം. അവിടേക്ക് ഇപ്പം ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇന്നത്തെ പരിപാടി അടുത്ത ഓടുന്നുണ്ട് ബീറ്റ് ചെയ്യാം. ഒരു കാറും പെട്രോൾ തീർന്നാൽ ഞാൻ പോകട്ടോ. കാരണം തലവേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല. 274 രൂപ ഞാൻ ഓടിയിട്ടുണ്ട്. 274 രൂപക്ക് 2 മണിക്കൂറുണ്ട്. 274 രൂപ ഓട്ടി ഞാൻ ഓടി. ആകെ സാധനം ഓർഡർ ആയിട്ടുള്ളൂ. 3 ഓർഡർ 4 ഓർഡർ എന്തോ ആയിട്ടുള്ളൂ. 57.62 ലിറ്ററിൽ ഇത്രയും കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് പറയുമ്പോ 30 കിലോമീറ്റർ കൂടിയായിട്ട് 35 കിലോമീറ്റർ വണ്ടി ഓടിയിട്ട് 5 കിലോമീറ്റർ 10 കിലോമീറ്റർ കൂടിയൊക്കെ ഓടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. 10 ഓടാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാൻ മനസ്സിലാക്കിയ ഒരു വണ്ടിക്ക് കിട്ടുന്നുണ്ട്, മൈലേജ് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഓട്ടത്തിന് 68 എന്ന സംഖ്യയിലോട്ട് കടന്നേക്കാണ്. 68 എന്ന് പറയുമ്പോൾ 38 കറക്റ്റാണ്. 38 എന്നുള്ള സംഖ്യയിലോട്ട് ചേഞ്ച് ആകുമ്പോൾ ഇനി 2 കിലോമീറ്റർ കൂടെ ഓടിക്കാൻ അതിൽ ലാഭം ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോ ഓടിയേക്കണത് 57.69. അതായത് 57.70 തന്നെ കൂട്ടാം. അങ്ങനെ കൂട്ടി വരുമ്പോ ഏകദേശം ഒരു 40 കിലോമീറ്റർ നമ്മളിപ്പോ ഓടിയിട്ടുണ്ട്. 40 കിലോമീറ്റർ നമ്മൾ ഓടിയെന്ന് പറഞ്ഞു കഴിയുമ്പോ ഇപ്പൊ എത്ര ഓടിക്കഴിഞ്ഞാൽ എനിക്കത് ബോണസാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 35-40 മൈലേജ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ഓട്ടത്തിന് ആ ഒരു മൈലേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഐ ആം ഹാപ്പി. അപ്പൊ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എത്ര ഓടും എന്നുള്ളത് നോക്കാനാണ്. ഇനി ഓടണത് മൊത്തം ബോണസാണ്. ഇനി എന്തോ സന്തോഷമുണ്ട്, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. മൊത്തം പ്രകടനമല്ലെന്ന് മാത്രം പറയരുത്, കാരണം വയ്യാത്തതാണ്. പാരസിറ്റമോളും കഴിച്ചിട്ടാണ് ഞാൻ വർക്കിന് ഇറങ്ങിയത്. പക്ഷേ പാരസിറ്റമോളിന്റെ പവർക്ക് കൊഴിഞ്ഞു എന്ന് തോന്നുന്നു. ഞാനിപ്പോ ഒരു 3-4 ഓർഡർ കൂടെ എടുത്ത് ഇപ്പൊ നമ്മുടെ ജിയോ ബേക്കറിന്ന് ഒരു ഓർഡർ എടുത്തിട്ട് കോട്ടുപള്ളിയിൽ കൊടുത്തിട്ട് വന്ന വഴിയാണ്. വൈകിട്ട് വിശപ്പിന് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കറക്റ്റ് സമയത്ത് ഇതാ വെയിലും മഴയും ഒരുമിച്ച് വന്നു. ഇന്ന് കുറുക്കന്റെ വീട്ടില് കല്യാണമാണ്. എല്ലാവരും സദ്യക്ക് വരില്ലേ? വീഡിയോ ആ കുറച്ചിടയിൽ പെട്ടെന്ന് മഴ വന്നിട്ട് ഞാൻ കോട്ട് എടുത്തിടാൻ മടി കാരണം കോട്ട് എടുത്തിട്ടില്ല. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം ഇങ്ങോട്ടേക്കൊന്നും മഴയേ ഇല്ല. ഇങ്ങോട്ടേക്കൊന്നും പറഞ്ഞു മഴയുണ്ട് ഗൈസ്, മഴയുണ്ട്. 73 ആയിട്ട്, അതായത് 2 കിലോമീറ്ററോളം എക്സ്ട്രാ ഓടിയിട്ടുണ്ട്. ആളിപ്പോളി 45 മൈലേജ് കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ മച്ചാന്മാരെ ഏകദേശം ഒരു 44 കിലോമീറ്റർ ഞാനിപ്പോ ഓടിയിട്ടുണ്ട്. ഒരു 100 രൂപയുടെ പെട്രോളിങ്. ഈ 44 കിലോമീറ്റർ ഞാൻ ഓടിക്കഴിഞ്ഞപ്പോ എനിക്ക് കിട്ടിയേക്കണത് 335 രൂപയാണ്. ലോങ്ങാ ഷോട്ടാ. ഇതെവിടെ ജിയോ ബേക്കറിയുടെ അപ്പുറത്താണല്ലോ. പോയി നോക്കട്ടെ. അങ്ങനെ അടുത്ത സ്ഥലത്തോട്ട് എത്തിക്കണം. ലീഫി ലോഞ്ച്. ലീഫി ലോഞ്ചിലോട്ട് എത്തിക്കണം. ലീഫി ലോഞ്ചിലാണ് അടുത്ത പിക്കപ്പ് ഉള്ളത്.
77 പൂജയുണ്ട്. സാധാരണ ആയിട്ടില്ല. 4 5 കാണിച്ചേക്കണത്. അത് റെഡിയാൻ ചേരാത്തോട്ട് കയറിയാൽ മതി. മഴ ഓടിയാണ് അതോട്ട് കയറി കലാണല്ലേ. സാധനം റെഡിയായില്ലോട്ടാ. പിള്ളേരൊക്കെ ഉണ്ട ലൈഫ് പ്ലാന്റ് കണ്ട. നമുക്കപ്പോൾ ഓർഡർ റെഡി ആണവരെ ഇവിടെ വെയിറ്റ് ചെയ്യണം. ഇവിടെ നിന്ന് ആദ്യമായിട്ടാണ് ഓർഡർ റെഡി ചെയ്യണം. ലീസിയിലോ നല്ല രസമുണ്ട് ഇവിടെ. അതാ അമ്മേ ആ ഓർഡർ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ അടുത്തോട്ട് കസ്റ്റമർ ലൊക്കേഷനിലോട്ട് പോവാം. ഞാൻ ഇതിനിടയിൽ മരിച്ചു വീഴുമെന്ന് തോന്നുന്നു. എന്തായാലും തല ഇറങ്ങാണ്ട് എന്തായാലും എടുത്ത പണി തീർക്കാണ്ട് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ എടുത്തേക്കട്ടെ. ആ ഓർഡർ കൊടുത്തത് 34 രൂപ കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 369 രൂപ കിട്ടി. ഇപ്പോൾ വണ്ടി നോക്കി 78 കിലോമീറ്ററായി. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഇപ്പോൾ ഏകദേശം 47-48 കിലോമീറ്റർ അടുത്തായിട്ടാ. ഇത്രയും മൈലേജ് ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്റെ സൂചിക്ക് ചെറിയ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അതായത് ഫുൾ ടാങ്ക് ഇപ്പൊ പെട്രോൾ അടിച്ചു കഴിഞ്ഞാല് ഹാഫ് ടാങ്ക് വരെ പതുക്കിയിരിക്കും സൂചി ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് വരൂലേ സൂചി പടോന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോ. എനിക്ക് ഈ മൈലേജ് എങ്ങനെയാണ് എന്തോരം ഒന്ന് കറക്റ്റായിട്ട് അറിയാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ചെക്ക് ചെയ്തപ്പോ സംഭവം പിടിച്ചു. അമ്മേ ഇത്ര മൈലേജ് കിട്ടുന്നുണ്ട് വണ്ടിക്ക്. എന്റെ വിൻചേട്ടൻ്റെ ഇതായിക്കഴിഞ്ഞു. എടോ തന്നോട് ഞാൻ പറയട്ടെ, തന്നോട് നല്ല ഫുഡ് ചലഞ്ചിന്റെ കാര്യം പറഞ്ഞില്ലേ ഇന്നലെ ഞാനത് ചെയ്യാനായിട്ട് പോയി. ബജിക്കടയിൽ ചെന്ന് നിന്ന് ഒരു 10 പേരോടെങ്കിലും ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഒരുത്തരും താല്പര്യമില്ലെന്ന്. 2-3 പേരുടെ വീഡിയോ എടുത്ത് ഞാൻ. പിന്നെ വീഡിയോ എടുത്തിട്ട് കാര്യമൊന്നുമില്ല. ഇവന്മാര് സമ്മതിക്കാൻ പാടില്ല. സമ്മതിച്ചിട്ടല്ലാന്ന് ഞാൻ പറഞ്ഞു ചേട്ടാ ഒരു ഫുഡ് ചലഞ്ച് ഇല്ല ചേട്ടാ, സമയമില്ല കേട്ടോ, വേണ്ട കേട്ടോ. അല്ലാന്നാണ് അവിടെ ചെന്നപ്പോ പിള്ളേർ അത് പ്രൊഫസർ ഒരുക്കുള്ളൂ. പിള്ളേരും ഒരു മനുഷ്യനുമില്ല. എനിക്ക് വന്നില്ലല്ലോ. വന്നാണ് 30%. എന്റെ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്നറിയോ? അയാളെ നിനക്ക് റെഡി ആവണത് ഇനി അവിടെ നോക്ക്. കണ്ടന്റ് എന്താണെന്നറിയോ? 100 രൂപയുടെ പെട്രോള്. അതല്ല, 100 രൂപയുടെ പെട്രോള് അടിച്ചു കഴിഞ്ഞാല് എത്ര കിലോമീറ്റർ ഓടും വണ്ടി, അതില് എത്ര ഓർഡർ എടുക്കാൻ പറ്റും, എത്ര രൂപ കിട്ടും. ഇപ്പൊ വണ്ടി ഏകദേശം ഉണ്ടല്ലോ 49 കിലോമീറ്റർ ഓടി 100 രൂപയുടെ പെട്രോൾ. എന്റെ വണ്ടി 100 രൂപ പെട്രോൾ 49 കിലോമീറ്റർ ഓടിയത്. ഞാൻ തീർത്തതല്ലേ, പെട്രോൾ ഊറ്റി കുപ്പിയിലെ തീർണ്ട്. എന്നിട്ട് ഓടിച്ച് വണ്ടി പെട്രോൾ തീർത്ത് 100 രൂപയുടെ പെട്രോൾ വണ്ടിയിൽ ഒഴിച്ച് അതൊഴിച്ചിട്ടാണ് ഞാൻ വണ്ടി ഓർഡർ സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ഓർഡർ ഇത് ഓണാക്കിയത്, ആപ്പ് ഓണാക്കിയിട്ട് ഇത്ര നേരം എടുത്ത ഓർഡർ ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. വീട് വരുമ്പോ കണ്ടുപോയിക്കോ ഞാൻ എത്ര ഓർഡർ എടുത്ത്. 6 ഓർഡർ എടുത്ത്. ഒരെണ്ണം റിട്ടേൺ ചെയ്യണം. 6 ഓർഡർ എടുത്തിട്ടുണ്ട്. 369 രൂപ കിട്ടി. ഫസ്റ്റത്തെ 2 ഓർഡർ ഇച്ചിരി നല്ല ഓർഡർ ആയിരുന്നു. വെയിലിൽ നിപ്പണ്ട്. കുറുക്കന്റെ കല്യാണം. കുറുക്കന്റെ അമ്മയുടെ കല്യാണം. രണ്ടാം കെട്ടണം. പിന്നെ മഴ മാറിയണ്ട. സർജി ഇപ്പൊ തന്നെ പോകാനാണ് ചാൻസ്. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഞാനേ ഇവിടെ വെച്ചിരുന്ന മൈക്കാണ്. സൗണ്ടാറും വീഡിയോ ഓടി കിട്ടണില്ല. കയറ്റി ഉടമ്പാരി എത്തി. ഞാൻ വായിൽ വെച്ചോണ്ട് തന്നെ വരും. കുറച്ചും കൂടി കാശ് വേണ്ട. ഞാൻ പല മൈക്കും മേടിച്ചിട്ട് ആകെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല മൈക്ക് ചെയ്തേ ഉള്ളൂ. അത്യാവശ്യം 799 699 എന്നാണ് റേറ്റ്. പക്ഷെ ആ റേറ്റിന് പെർഫോമൻസ് ഉണ്ട്. അതാണ് ഗുണം. ഈ പെട്രോൾ ചലഞ്ച് ചെയ്താലൊന്നും ആലോചിക്കണം നമുക്ക്. അത് വിട്ടിട്ടേ എന്തിന് കഴിക്കാനല്ലേ ഇരുത്താ തന്നെ. താൻ ചെയ്യാനുണ്ടോ ചലഞ്ച് ചെയ്യാനുണ്ടോ? വിശപ്പില്ലേ? വേറൊന്നുമല്ല, സിമ്പിളാണ്. 60 സെക്കൻഡ് ടൈം. 60 സെക്കൻഡിനുള്ളിൽ ഇഷ്ടമുള്ള അത്ര കടി അവിടെ മേടിച്ചില്ല. തിന്നണം നിങ്ങളുടെ കഴിവിരിക്കും. അങ്ങനെ തിന്നണ കടിക്ക് അവിടെ ഒരു ബില്ലാവല്ലോ. ആ ബില്ല് ഞാൻ കൊടുക്കും. അവിടെ കൊടുക്കണ ബില്ല് എത്രയാണോ ആ ബില്ല് ആ എമൗണ്ട് നിങ്ങൾക്ക് വരും. എന്നെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 60 രൂപയുടെ ബില്ലെന്നുണ്ടെങ്കിൽ ഡബിൾ ആവും. 120 രൂപ വരും. അതാണ് ചലഞ്ച്.
അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് സൂക്ഷിച്ചോട്ടെ. ഞാൻ ഈ ചലഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് നടപ്പുണ്ടായിരിക്കും. താല്പര്യമില്ലാത്തവരാണ് ഞാനത് ചെയ്യാത്തത്. ഞാൻ എവിടെയെങ്കിലും ചലഞ്ചിന് നിൽക്കണമായിട്ട് നിങ്ങൾ കാണുന്ന ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം പോരി, നമുക്ക് ചലഞ്ച് ചെയ്യാം. ഇപ്പൊ ഈ പറഞ്ഞ ബജ്ജി ചലഞ്ച് എപ്പോഴും ഉണ്ടാവും. ഞാൻ എപ്പോഴെങ്കിലൊക്കെ അവിടെ നിൽക്കാന്നുണ്ടെങ്കിൽ ചെയ്യാം. മഴ കിട്ടിയാടാ? മുന്നൊരുക്കില്ല. അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം മഴ വരുമെന്ന്. മഴ കുറച്ച് 80 കിലോമീറ്റർ ആയപ്പോ 80-81 അത്യാവശ്യം 31 സ്റ്റാർട്ട് ചെയ്തത് വണ്ടിയുണ്ട്. പെട്രോൾ തീർന്നിട്ടുണ്ട്. ഇപ്പൊ കിട്ടിയ മൈലേജില് പൂർണ്ണമായും സംതൃപ്തനാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 50 കിലോമീറ്റർ മൈലേജ് കിട്ടാന്ന് വെച്ചാൽ ചെറിയ കാര്യമൊന്നുമല്ല. ഇങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല 50 കിലോമീറ്റർ മൈലേജ് വണ്ടിക്ക് ഉണ്ടാവും. കിട്ടിയ മൈലേജിന് ഞാൻ ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വർക്കാക്കാലം നിർത്താട്ടോ. ഇത് എല്ലാം നമുക്ക് വട്ടാണ്ടാവുന്നുണ്ട്. കൂടുതൽ വട്ടാണ്ടാവണതിന് മുമ്പ് നിർത്താം. അപ്പൊ ഞാൻ എന്റെ ഓഫ്ലൈൻ പോവേണ്ട സെൽഫ് അടിക്കും. പക്ഷെ ഇക്കടിക്കണം എന്നുള്ളവരും മറന്നു. ഓക്കെ, അപ്പൊ ഇനി ശരിക്കും പോവാം. അപ്പോൾ ചാമാരെ ഞാനങ്ങനെ വീടെത്തിയുടെ വണ്ടിയായിട്ട് ഇപ്പം പറഞ്ഞ പോലെ ഒട്ടും വയ്യാണ്ട കേട്ടാ. പറഞ്ഞ പോലെ അത്യാവശ്യം ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ മൈലേജ് എനിക്ക് എൻ്റെ വണ്ടിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഐ ആം സോ ഹാപ്പി, ടെറിബിളി ഹാപ്പി. എത്ര കിട്ടുമോ തൊട്ടൊന്നും വിചാരിക്കില്ല. കണ്ട 80 കിലോമീറ്റർ, അതുകൊണ്ട് 15 കിലോമീറ്ററും കൂടി ഞാൻ ഓടിയപ്പോൾ 150 പെട്രോൾ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ പോകണമെങ്ങനെയെങ്കിലും എന്നോട് ഇന്നൊരു പാരസെറ്റമോളൊക്കെ ചേർന്നാലായിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ ഓടിയ കിലോമീറ്റർ എനിക്ക് കിട്ടിയ മൈലേജ് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കാണിക്കട്ടെ. ഇത് തോർത്ത് അതല്ല, ഇത് ഞാൻ വേറെ എക്സ്ട്രാ എഴുതി കാണിക്കാണ്ട. ഇവിടെ തോർത്താണല്ല, ഇത് കാണിച്ചേക്കാം. ഈ സൈഡിൽ ഉണ്ടാവും, നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കണ്ട. ഞാൻ പോട്ടെ. ഓക്കെ ബൈ. ഒരു പാരസിറ്റാമോള്